കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിന്റെ വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. മറ്റ് വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്ന് അന്വേഷണം തുടങ്ങും. അതേസമയം പ്രതിഷേധം തുടരുകയാണ്. മറുഭാഗത്ത് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടടക്കം പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് കൂട്ടിരിപ്പുകാരിയായ ബിന്ദു മരിച്ച സംഭവത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം. ഇന്ന് രാവിലെ 10:30 മണിക്ക് RYF ആണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ആദ്യം മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന് തൊട്ട് പിന്നാലെ BJP 11:30 മണിക്ക് BJP മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രണ്ട് സംഘടനകളാണ് ഇതുവരെ ശക്തമായി സമരം നടത്തുമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം യൂത്ത് കോൺഗ്രസ് മന്ത്രിയെ കരിങ്കൊടി കാണിക്കാനാണ് തീരുമാനം. ഇന്നലെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മന്ത്രി വീണ ജോർജ് അല്പം മുമ്പ് അവരുടെ ഔദ്യോഗിക വസതിയിൽ എത്തിച്ചേർന്നിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒപ്പം മന്ത്രി വീണ ജോർജിനുള്ള സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ വഴിനീളെ കരിങ്കൊടി കാണിക്കാനും വാഹനവ്യൂഹത്തെ തടയാനും ഒക്കെ ഒരു ശ്രമങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലാണ് മന്ത്രി വീണ ജോർജിനുള്ള സുരക്ഷ വർദ്ധിപ്പിക്കാൻ സർക്കാർ തന്നെ തീരുമാനം എടുത്തിരിക്കുന്നത്. അതേസമയം ഔദ്യോഗിക വസതിയിൽ ആദ്യം ഇന്നലെ മാർച്ചുമായി എത്തിയത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു. അവരുടെ വീടിന് അടുത്തുവരെ എത്തി ഗേറ്റിന് മുന്നിലായിരുന്നു അവർ പ്രതിഷേധം നടത്തിയത്. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇന്നും പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ഔദ്യോഗിക വസതിക്ക് ചുറ്റും ശക്തമായ പോലീസ് കാവൽ ഇന്നലെ രാത്രി മുതൽ തന്നെ ഏർപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇന്ന് തിരുവനന്തപുരത്തുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം അത്തരത്തിലൊരു ദുരന്തം ആയതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു. അതും കെട്ടിടം തകർന്ന ഏകദേശം 2 മണിക്കൂറിന് വൈകിയാണ് ഈ സ്ത്രീയെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. അത്തരത്തിൽ ഉണ്ടായ സംഭവങ്ങളൊക്കെ തന്നെ വലിയ തരത്തിൽ കേരളം ചർച്ച ചെയ്യും എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് തന്നെ അറിയാം. കാരണം ഇനി വരാൻ പോകുന്നത് തെരഞ്ഞെടുപ്പുകളുടെ കാലമാണ്. ആ സമയത്ത് ഇതൊക്കെ തന്നെ ഉയർത്തി പ്രതിപക്ഷ സംഘടനകൾ വരും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ജില്ലാ കളക്ടറാണ് അന്വേഷണം നടത്തുന്നതെങ്കിൽ അതിനപ്പുറത്തേക്കൊരു അന്വേഷണത്തെക്കുറിച്ച് സംസ്ഥാന സർക്കാർ ഒരു പക്ഷേ ആലോചിച്ച് തീരുമാനമെടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം അത്രയധികം ഗൗരവത്തോടുകൂടി തന്നെയാണ് ഈ സംഭവത്തെ മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും ഒക്കെ തന്നെ കാണുന്നത്. കാരണം ആദ്യം അവർ നടത്തിയ പ്രതികരണം വളരെ ലാഘവത്തോടു കൂടിയായിരുന്നു എന്നുള്ളതാണ് വിലയിരുത്തൽ. അങ്ങനെ ഒരു ദുരന്ത സ്ഥലത്ത് ഇത്തരത്തിലൊരു പ്രതികരണം പാടില്ലായിരുന്നു എന്ന് തന്നെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച നടക്കുമ്പോഴും വലിയ തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസ്, KSU ഉൾപ്പെടെയുള്ള സംഘടനകൾ. അതിനുപരിയായി ഇന്ന് BJP ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊരു 11:30 മണിയോടുകൂടി തന്നെയാണ്. ഇന്നലെ ഉണ്ടായ മാർച്ചുകളിലൊക്കെ തന്നെ വലിയ തരത്തിൽ സംഘർഷവും ഒപ്പം പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പോലീസ് പല സ്ഥലങ്ങളിലും സംയമനം പാലിച്ച് മുന്നോട്ട് പോയതുകൊണ്ട് തന്നെ ലാത്തിച്ചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വൈകിയിരുന്നു. വഴിതുളഞ്ഞും ഒക്കെയായിരുന്നു തിരുവനന്തപുരത്തെ സമരങ്ങൾ. യൂത്ത് ലീഗ്, ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ്, അതുകൂടാതെ KSU ഉൾപ്പെടെയുള്ളവർ. KSU മന്ത്രിയുടെ ഓഫീസിലേക്കാണ് ഇന്നലെ മാർച്ച് നടത്തിയത്. ഇന്നും അത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. KSU പ്രവർത്തകർക്കെതിരെ ഇന്നലെ പ്രതിഷേധിച്ച KSU പ്രവർത്തകർക്കെതിരെ ഇന്നലെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസ് നടത്തിയിട്ടുണ്ട്. കാരണം സെക്രട്ടേറിയറ്റിൻ്റെ അനക്സ് കെട്ടിടത്തിനടുത്തേക്ക് അകത്താണ് മന്ത്രിയുടെ ഓഫീസ്. ആ ഭാഗത്തേക്ക് സുരക്ഷാ ക്രമീകരണങ്ങൾ ലംഘിച്ച് കടക്കാൻ ശ്രമിച്ചു എന്ന ഒരു കുറ്റം ചുമത്തിയാണ് കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ കേസ് എടുത്തിരിക്കുന്നത്. അതേസമയം യുവമോർച്ച BJP പ്രവർത്തകർ ഇന്ന് മാർച്ച് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്കാണ് എന്ന് പറയുമ്പോഴും മറ്റേതെങ്കിലും തരത്തിലേക്കൊക്കെ മാർച്ച് വഴി തിരിച്ചുവിടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം ഇന്ന് തലസ്ഥാനം പ്രതിഷേധങ്ങളുടെ ശക്തിയായി മാറും എന്നുള്ളത് ഉറപ്പാണ്. വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ, സംഘടനകളൊക്കെ തന്നെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കും എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഭരണ അനുകൂല സംഘടനകൾ ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല എങ്കിൽ പോലും പ്രതിപക്ഷ സംഘടനകൾ ഇതൊരു ഗൗരവമുള്ള വിഷയമായി ഉയർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. തീർച്ചയായും ബിനോയ്, ഗുരുതരമായ വീഴ്ചയാണ്. ഒരു ജീവൻ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇന്ന് ശസ്ത്രക്രിയ അടക്കം മുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. മന്ത്രിമാർക്കെതിരെ അടക്കം രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം
ഈ വിഷയത്തെ ആദ്യം സമീപിച്ചത്. പ്രത്യേകിച്ചും അവിടെ മുഖ്യമന്ത്രിയുടെ മേഖലാ യോഗം നടക്കുന്ന സമയത്തായിരുന്നു ഈ അപകടം ഉണ്ടാകുന്നത്. ആ അപകട സമയത്ത് തന്നെ ഈ രണ്ട് മന്ത്രിമാർ വി എൻ വാസവനും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും അവിടേക്ക് എത്തിയിരുന്നെങ്കിലും അവർ ആ സംഭവ സ്ഥലം സന്ദർശിച്ചതിന് ശേഷം വളരെ ലാഘവത്തോടു കൂടിയാണ് കാര്യങ്ങൾ പറഞ്ഞത്. രണ്ടുപേർക്ക് സാരമായ പരിക്ക് മാത്രമേ ഉള്ളൂ, വലിയ പ്രശ്നങ്ങളില്ല, മുറിവുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴും ഒരു ജീവൻ തകർന്നു കിടക്കുന്ന കെട്ടിടത്തിൻ്റെ അടിയിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവർ മനസ്സിലാക്കാതെ പോയത്. മാത്രവുമല്ല, ബന്ധുക്കൾ പോലീസിനോട് പരാതിപ്പെട്ടതിന് ശേഷവും ചാണ്ടി ഉമ്മൻ MLA ഇടപെട്ടതിന് ശേഷമൊക്കെയാണ് പിന്നീട് രക്ഷാപ്രവർത്തനത്തിലേക്ക് കടന്നത് എന്നുള്ള ആരോപണവും ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ അതിനെയൊക്കെ ഗതിമാറ്റി വിടുന്നതിന് വേണ്ടിയാണ് ഇന്നലെ പറഞ്ഞത് ആ ഭാഗത്തേക്ക് മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിക്കാൻ കഴിയാത്ത തരത്തിൽ കെട്ടിടങ്ങളുണ്ടായിരുന്നു, അതെല്ലാം പൊളിച്ചു മാറ്റിയായിരുന്നു ആ കെട്ടിടങ്ങൾ അവിടെ എത്തിച്ചത്. എങ്കിൽ തന്നെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും പിന്നീട് പറഞ്ഞത് ആശുപത്രി വികസനത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ചിലവിടുന്ന തുക, ഇതൊക്കെയാണ് പ്രതിപക്ഷത്തെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നത്. കാരണം ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോഴും സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞ് ആ വിഷയങ്ങൾ മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണം. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ വൈകുന്നേരത്ത് കോട്ടയത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ പന്തം കൊളുത്തി വലിയ തരത്തിലെ പ്രകടനം സംഘടിപ്പിച്ചത്. ഇന്നലെ രാത്രി തലസ്ഥാനത്തും അത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു, പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് BJP നടത്താൻ പോകുന്ന പ്രതിഷേധം പരമാവധി ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് BJPയുടെ തീരുമാനം. RYFും ഇന്ന് പ്രതിഷേധം നടത്തുന്നുണ്ട്. അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രതിഷേധങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. എല്ലാം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വീട്ടിലും ഓഫീസിലേക്കും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ആതിര. ശരി ബിനോയ്, കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു മരിച്ച ബിന്ദുവിന്റെ സംസ്കാരം ഇന്ന് നടക്കും. രാവിലെ 11 മണിക്കാണ് സംസ്കാരം നടക്കുക. മൃതദേഹം തലയോലപ്പറമ്പിലെ വീട്ടിലെത്തിച്ചു. സംഭവത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സംഘം ഇന്ന് അന്വേഷണം തുടങ്ങും. അതേസമയം ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം.